ഇന്നത്തേത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്കായിട്ട് നമുക്കൊരു ജീവനുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നും എങ്ങനെ വളർത്താമെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Hello my dear plant lovers, welcome back to my YouTube channel SULUZ Diaries. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ഏത് പ്ലാന്റ് ആണെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡയറക്റ്റ് കാറ്റലോഗ് അയച്ചു തരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ പ്ലാന്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് ഈ വാലന്റൈൻസ് ഡേ പ്ലാന്റ് എന്ന് നോക്കാം. ശരിക്കും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ്. ഹോയയുടെ എല്ലാ പ്ലാന്റ്സും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റായിട്ട് നമുക്ക് ഒരുപാട് DIY ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല ആയുസ്സുള്ളതാണ്. ഒരിക്കലും അത് ചീത്തയാവത്തില്ല. ഒരുപാട് വർഷം ഇത് കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഹോയ പ്ലാന്റ്സ് ഏറ്റവും നല്ല ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് പ്ലാന്റുകളാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഹോയ കെരി വളരെ ഭംഗിയാണ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ. നല്ലൊരു ഹാർട്ട് ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ഹോയ കെരിയാണ്. ഈ കാണുന്നത് വെരിഗേഷൻ ഇല്ലാത്തതാണ്. ഇത് കണ്ടില്ലേ, ഇത് വെരിഗേഷൻ ഇല്ലാത്ത ഹോയ പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെയുള്ള ഹോയകൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലീഫ് നമ്മൾ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫുകളായതൊക്കെ. ഈ ഹോയയുടെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ ലീഫ് വെച്ചിട്ട് തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ അത് പുതിയൊരു തൈ ആയിട്ട് വരാൻ ഒരുപാട് വർഷമൊക്കെ എടുക്കും. പക്ഷേ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ഒരു ലീഫിൻ്റെ ആവശ്യമുള്ളൂ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. നമുക്ക് ഇതുപോലുള്ള ഹോയ കെരിയുടെ ലീഫാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മാർക്കർ വെച്ച് എഴുതാനായിട്ട് കഴിയും. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാപ്പി വാലന്റൈൻസ് ഡേ മെസ്സേജുകളൊക്കെ എഴുതിയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള നീനൂസ് ഡയറിയിലെ നീനുവിൻ്റെ അമ്മയ്ക്ക് നേരത്തെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതാണ്. ഈ ഹോയ കെരിയുടെ ഫ്ലവറാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാണാനായിട്ട്. ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോയ പ്ലാന്റ്സ് നമ്മളിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിലൊരു കമ്പി ഇങ്ങനെ വളച്ചിട്ട് അതിലൂടെ ഇങ്ങനെ പടത്തി വിട്ടിട്ടുള്ളൊരു ഹോയ ഇത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ മാർക്കർ വെച്ച് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ മാഞ്ഞു പോകത്തില്ല. നമ്മൾ പ്ലാന്റ്സിനൊക്കെ നെയിം ടാഗ് ചെയ്യുന്നത് ആ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത് കേടായി പോകത്തില്ല. ഇത് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ കിടന്നോളും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹോയ പ്ലാന്റ്സിനെ ഗിഫ്റ്റ് ചെയ്താൽ കൊടുക്കാം. ഹോയയുടെ ഹാർട്ട് ഷേപ്പ് തന്നെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. പക്ഷേ ഇത് ഹിന്ദു റോപ്പ് ഹോയയാണ്. അത് വേറൊരു ഫ്രണ്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു DIY ആയിട്ട് ചെയ്തതാണ്. ഇതാണ് ശരിക്കും ഹിന്ദു റോപ്പിൻ്റെ പ്ലാന്റും. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈ പ്ലാന്റ് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് വരുന്ന ലീഫാണ് ഹോയ കാർണോസ. ഇത് നമുക്ക് നേരത്തെ കാണിച്ച രീതിയിൽ ഹാർട്ട് ഷേപ്പിലോ റൗണ്ടിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ DIY ചെയ്യാനായിട്ട് പറ്റും. ഈ കാർണോസ റിങ്കിളിൻ്റെ ഫ്ലവർ എന്ത് ഭംഗിയാണെന്നോ. എല്ലാ ഹോയയുടെ ഫ്ലവറുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം ഒരു വാക്സ് കോട്ടിങ്ങോട് കൂടിയുള്ള ഫ്ലവറുകളാണ്. നല്ലൊരു ബോൾ പോലെയാണുള്ളത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ഫ്ലവറുകൾക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാലന്റൈൻസ് ഡേ പ്ലാന്റ്. ഒരുപാട് ടൈപ്പ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന പ്ലാന്റുകളുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ഹോയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കാം.
അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹോയ പ്ലാന്റ്സ് ഒന്ന് കാണാം. ഇത് ഹോയ മെലിഫ്ലിയോ ആണ്. ഇത് നമ്മൾ റൂട്ടഡ് പ്ലാന്റുകൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഫ്ലവറാണ് കണ്ടോ, നല്ല റെഡ് കളറിലുള്ളതാണിത്. ഇതുപോലുള്ള പല കളറുകളിലുള്ള ഫ്ലവറുകളുടെ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഹോയ പ്ലാന്റുകളാണ്. ഒരുപാട് നമ്മൾ വള്ളികളായിട്ട് പടർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് പടർത്തി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സാധാരണ വള്ളികളായിട്ട് പടരുന്ന പ്ലാന്റുകളൊക്കെ ആയുസില്ലാത്ത പ്ലാന്റുകളാണ്. പക്ഷേ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ പടർത്തിയിടുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഇതൊക്കെ ചെറിയ കട്ടിങ്സ് വെച്ച് വളർത്തിയിട്ടുള്ളതാണ്. ഇതൊന്നും എൻ്റെ പ്ലാന്റ് അല്ല കേട്ടോ, ഇത്രയും വലുതായിട്ട് കിടക്കുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മമാരുടെ വീട്ടിലെ പ്ലാന്റുകളാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഹോയ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഹോയ വെറൈറ്റീസും കാണാനായിട്ട് കഴിയും. നമുക്ക് എല്ലാ ഹോയ പ്ലാന്റുകളും ഇതുപോലെ നമുക്ക് ഒരു കമ്പിയൊക്കെ വളച്ചിട്ട് ഇതുപോലെ DIY ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു നെയിം എന്തെങ്കിലും മെസ്സേജ് ടാഗ് ചെയ്താൽ മതി. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണിത് ഓൾറെഡി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് തന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോയ പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ കാർട്ടിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പം അത് കണ്ടു നോക്കിയാൽ എങ്ങനെയാണിത് പോട്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. ലോ ലൈറ്റ് പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ശരിക്കും ഒരു ജീവനുള്ള ഒരു ഗിഫ്റ്റ്. അത് നമ്മൾ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.